ത്രിയേക ദൈവത്തിന് സ്തുതി. ഓഗസ്റ്റ് 1 മുതൽ 15 വരെ സഭ ആചരിക്കുന്ന കാനോനിക നോമ്പാണല്ലോ ശൂനോയോ നോമ്പ്. ഒരു വിശ്വാസിയുടെ ശിക്ഷണത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള സഭയുടെ ക്രമീകരണമാണ് നോമ്പ്. ദൈവമാതാവിൻ്റെ ഇഹലോക ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങളെ ഓർക്കുന്നതിനും മാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്നതിനും ഈ നോമ്പുകളൊക്കെ നമ്മെ വീണ്ടും വീണ്ടും ഒരുക്കുന്നു. വാങ്ങിപ്പ് അഥവാ ശൂനോയോ ജീവൻ്റെ പെരുന്നാളായിട്ട് കണക്കാക്കപ്പെടുന്നത് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം വരുന്ന പുനരുത്ഥാന പെരുന്നാൾ ആണ്. ആ അമ്മയെ സ്മരിക്കുന്നതും സ്മരണ ആചരിക്കുന്നതും ആ മാതാവ് സമ്മാനിച്ച ശരീരത്തോടു കൂടിയ പുത്രൻ തമ്പുരാനോടുള്ള ആദരവിൻ്റെയും സൂചകമാണ്. വിശുദ്ധ കന്യാമറിയം മനുഷ്യവർഗത്തിൻ്റെ രക്ഷാപദ്ധതിക്ക് നിർണായക പങ്കാളിത്തം വഹിച്ച നിർണായക വ്യക്തിയാണ്. നോമ്പ് ഒരു ആരോഹണമാണ്, ഒരു ഗോവണിപ്പടിയാണ്. സ്വർഗത്തിൻ്റെ ഗോവണിയായ വിശുദ്ധ കന്യാമറിയമിനെ നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10-ാം വാക്യം മുതൽ യാക്കോബിൻ്റെ ബേർശേബയിൽ നിന്നും ഹാരാനിലേക്കുള്ള യാത്രയാണ്. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപ്പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവൻ ഒരു സ്വപ്നം കണ്ടു. ഭൂമിയിൽ വെച്ചിരുന്ന ഒരു ഗോവണി, അതിൻ്റെ തല സ്വർഗത്തോളം ദൈവത്തിൻ്റെ ദൂതൻ അതിൽ കയറുകയും ഇറങ്ങുകയുമായിരുന്നു. യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. അതെ, ഈ ഗോവണി വിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രതിരൂപമാണ്. സ്വർഗത്തിൻ്റെ ഗോവണിയായ വിശുദ്ധ മറിയാമിൽ കൂടി മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാർ ആക്കുവാൻ വേണ്ടി ദൈവപുത്രൻ മനുഷ്യപുത്രനായി. ആ അമ്മ മറിയാമിൻ്റെ മാതൃത്വത്തിൻ്റെയും കൂടിയാണ് ഈ ഗോവണി. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായം 11 നമുക്ക് വായിക്കുവാൻ കഴിയും. വിദ്വാൻമാർ ശിശുവിനെ അമ്മയായ മറിയത്തോടെ കണ്ടുവീണ് അവനെ നമസ്കരിച്ചു. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ ക്രൂശുമരണത്തോളം യേശുവിനെ അനുഗമിക്കുന്ന മറിയാമിനെ കാണുവാൻ കഴിയും. ഈ തിരുവചനങ്ങളൊക്കെയും അമ്മയുടെ പ്രാധാന്യത്തെ വിളിച്ചോതുന്നതാണ്. ദൈവത്തെ മനുഷ്യനോട് അടുപ്പിച്ച് നിർത്തിയ ഒരു ഗോവണിയാകുന്നു അമ്മ മറിയം. അതുപോലെ അത് തിരിച്ചും സാധ്യമാകും. സ്വർഗമെന്ന യാഥാർത്ഥ്യത്തെ നാം മനസ്സിലാക്കുന്നില്ല എങ്കിൽ നമ്മുടെ യാത്രയൊക്കെയും വ്യർത്ഥം. കാലം മനുഷ്യനെ പരസ്പരം അകറ്റുകയാണല്ലോ, പിച്ചി ചീന്തുകയാണല്ലോ. മണിപ്പൂരിൽ നടന്ന അതിദാരുണമായ സംഭവങ്ങളൊക്കെയും നമ്മളും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. മനുഷ്യനെ സ്നേഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതിന് തുല്യമാണല്ലോ. അതുകൊണ്ട് ഈ നോമ്പ് പരസ്പരം സ്നേഹിക്കുവാനും വെറുക്കുവാനും അനുതാപത്തിനായും പ്രാർത്ഥനയ്ക്കുമായുള്ള അവസരങ്ങളായി മനസ്സിലാക്കിക്കൊണ്ട് ദൈവമാതാവിനെ പോലെ മനുഷ്യനെയും ദൈവത്തെയും ബന്ധിപ്പിക്കുവാനുള്ള ഒരു ഗോവണിയായി നാമം മാറ്റപ്പെടുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മെയും അതിനായി ഒരുക്കണമേ എന്ന് വിശുദ്ധ ദൈവമാതാവിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.